ഒരിക്കൽ ബാർസലോണ നഗരത്തിന്റെ അധിപൻ അപ്രതീക്ഷിതമായി പടിയിറങ്ങുന്നുണ്ട്. ഇടയിലില്ലാത്ത ആട്ടിൻകൂട്ടങ്ങളെപ്പോലെ ഇരുട്ടിൽ തപ്പിത്തടയുന്ന നിസ്സഹരായി ആ കൂട്ടം മാറി. പണ്ടൊരു നാപ്കിൻ കവറിൽ 13-ാം വയസ്സിൽ ഒപ്പിട്ട് ആ അക്കാദമിയിൽ കയറിയ ആ അർജന്റീനിയൻ താരം, അതെ, അയാളുടെ പേര് ലയണൽ മെസ്സി. അയാളൊരു മാജിക് ആയിരുന്നു, അവർക്കെല്ലാമായിരുന്നു. എന്നാൽ അയാളൊരു പകലിൽ പൊടുന്നനെ താനീ നഗരം വിടുകയാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ആരാധകർ വിതുമ്പിയതാണ്. കാറ്റലോണിയക്കാരുടെ പോരാട്ടത്തിന്റെ കഥകളിലെ നായകൻ അയാൾ തന്നെയായിരുന്നു. അയാൾക്ക് പകരം വന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. എന്നാലോ ഉള്ളിന്റെ ഉള്ളിൽ അയാൾ ഓർമ്മിപ്പിക്കും വിധമെങ്കിലും ഒരാൾ തങ്ങളുടെ ആ നീലയും ചുവപ്പും ചായങ്ങളുള്ള കുപ്പായത്തിൽ എന്തെങ്കിലും പന്ത് തട്ടുമോ എന്ന് അവർ കണ്ണും നട്ട് കാത്തിരുന്നു. ഒടുവിൽ ആ പയ്യൻ വന്നു. ഇടം കാലാണ് കരുത്ത്, വലത് വിങ്ങാണ് പ്രിയപ്പെട്ട ഇടം. ട്രിപ്ലിംഗ്, സ്കോറിംഗ്, പാസിംഗ്, ഇവിടെ എല്ലാം പോകും. പ്രായമാണ് അത്ഭുതം. അതെ, ഒരു കൗമാരക്കാരൻ പയ്യൻ. ബാർസലോണ പോലൊരു ക്ലബിന്റെ ആക്രമണത്തിന്റെ കടിഞ്ഞാൺ പിന്നീട് ആ പയ്യൻ ഏറ്റെടുത്തു. അതെ, മൊറോക്കൻ വേരുകളുള്ള സ്പാനിഷ് കൗമാരൻ. ഹിസ് നെയിം ഈസ് ലാമിൻ യമാൽ. ബാർസലോണ എന്ന ക്ലബിന് പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. സാമ്പത്തികമായും അല്ലാതെയും അവർ യഥാർത്ഥത്തിൽ വളരെ കാലമായി പതറി നിൽക്കുകയായിരുന്നു. എന്നാൽ ഏറെക്കാലം ലയണൽ മെസ്സി എന്ന അവരുടെ മജീഷ്യൻ എല്ലാത്തിനും മറയിട്ട് അവർക്ക് ധൈര്യം നൽകിയതാണ്. അയാൾ പടിയിറങ്ങിയപ്പോൾ ബാർസലോണയുടെ പരിതാപകരമായ അവസ്ഥ ലോകം കണ്ടു. പിന്നീട് അൻസു ഫാറ്റി അടക്കം പലരും അടുത്ത ലയണൽ മെസ്സിയായി അറിയപ്പെടുന്നുണ്ട്. പലരും ആ 10-ാം നമ്പർ എന്ന ഭാരമേറിയ ജേഴ്സി അണിയാൻ ശ്രമിക്കുന്നുമുണ്ട്. എന്നാൽ അതത്ര എളുപ്പമല്ലായിരുന്നു. ബാർസ തകർന്നുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് കൂളേസിന്റെ മനം കുളിർപ്പിച്ച് ഒരു 16-കാരൻ പ്രത്യക്ഷപ്പെട്ടത്. വർഷം 2007. ഇക്വട്ടോറിയൻ ഗിനി എന്ന രാജ്യക്കാരിയായ വൈറ്റർ ഷെയ്ല ഇബാനക്കും മൊറോക്കൻ പെയിന്റർ മൗനിർ നാസറോയ്ക്കും കാറ്റലോണിയിൽ വെച്ച് ഒരു മകൻ ജനിച്ചു. 3-ാം വയസ്സിൽ തന്നെ മാതാപിതാക്കൾ വേർപിരിഞ്ഞിരിക്കുന്നു. തൊട്ടടുത്ത വർഷം അവൻ്റെ അമ്മ താമസിക്കുന്ന ഇടത്തെ ലോക്കൽ ക്ലബിൽ അവൻ പന്ത് തട്ടി തുടങ്ങി. അമ്മയുടെയും അച്ഛൻ്റെയും നഗരത്തിലേക്ക് മാറി മാറി അവൻ സഞ്ചരിച്ചു. അപ്പോഴും അവൻ്റെ ജീവിതത്തിൽ മാറ്റമില്ലാത്തതായി കാൽപന്ത് മാത്രം ഉരുണ്ടിരുന്നു. 6-ാം വയസ്സിൽ ജീവിതത്തിൻ്റെ ഗതി മാറി തുടങ്ങി. പേരുകേട്ട ലാമാസിയ അക്കാദമിയിൽ നിന്ന് അവന് വിളി വന്നിരിക്കുന്നു. 2014 സൈൻ ചെയ്ത് ആ പയ്യൻ പിന്നീട് ബാർസലോണ നഗരത്തിൽ താമസമാക്കുന്നുണ്ട്. പിന്നീടുള്ള കഥ അവിശ്വസനീയമാണ്. ലാമാസിയിൽ കാൽപന്ത് രഹസ്യങ്ങൾ കാലുകൊണ്ട് ചികയുമ്പോൾ തൻ്റെ മാനേജ്മെന്റ് അവനെ നോട്ടമിട്ടിരുന്നു. പിന്നീട് പതിയെ സ്ഥാനക്കയറ്റം ലഭിച്ചുകൊണ്ടേയിരുന്നു. ജുവനയിൽ എ ടീമിൽ ഇടം പിടിക്കുമ്പോൾ തന്നെ പ്രായത്തിൽ തന്നെ ചെറുതായിരുന്നു. 2022 സാവി തൻ്റെ സീനിയർ ടീം താരങ്ങളോടൊപ്പം തന്നെ ട്രെയിനിങ്ങിന് വിളിക്കുന്നുണ്ട്. ഫസ്റ്റ് ടീം സൈനിങ്ങിന് മുമ്പേ തന്നെ ആ പയ്യൻ എല്ലാവർക്കും ഒരു സിഗ്നൽ നൽകുന്നുണ്ട്. 2023 ഏപ്രിൽ മാസം ഒരു നാൾ ലാമാസിൽ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പയ്യന്റെ അടുക്കിലേക്ക് കോച്ചിങ് സ്റ്റാഫ് പ്രതിനിധി വന്നിരിക്കുന്നു. നാളെ നീ പകരക്കാരുടെ ലിസ്റ്റിലുണ്ട്, ചിലപ്പോൾ അവസരം ലഭിച്ചേക്കാം. എന്നാൽ ആ കൊച്ചു പയ്യനൊന്ന് പകച്ചുപോയി. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ബാർസലോണ സ്ക്വാഡിൽ ഇടം പിടിച്ചിരിക്കുന്നു. 83-ാം മിനിറ്റിൽ പകരക്കാരനായി ഇറങ്ങുമ്പോൾ അവൻ്റെ പ്രായം വെറും 15 വയസ്സായിരുന്നു. ആ ഡെബ്യൂട്ടിൽ തന്നെ പല റെക്കോർഡുകളും തകർന്നു. 4 മാസങ്ങൾക്ക് ശേഷം കാഡിസിനെതിരെയുള്ള മത്സരം വരികയാണ്. ഫസ്റ്റ് 11 പ്രഖ്യാപിച്ചപ്പോൾ ചിലർ അമ്പരന്നു, ചിലർ നെറ്റി ചുളിച്ചു. ചുരുക്കം ചിലർ വരാൻ പോകുന്ന കൊടുങ്കാറ്റിന്റെ ശാന്തതയിൽ പുഞ്ചിരിച്ചു. മത്സരം അവസാനിക്കാൻ നിമിഷങ്ങൾ ശേഷിക്കെ ആ 15-കാരൻ സബ്സ്റ്റിറ്റ്യൂട്ടായി കളം വിടുമ്പോൾ സ്റ്റേഡിയം മുഴുവൻ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചാണ് കാണികൾ അഭിനന്ദിച്ചത്.
പിന്നീട് ഫുട്ബോൾ മൈതാനങ്ങളിൽ ലാമിൻ യമാൽ എന്ന പേര് പരക്കെ കേട്ടുകൊണ്ടേയിരുന്നു. മാൻ ഓഫ് ദ മാച്ച് അവാർഡുകളും ഗോളുകളും അസിസ്റ്റുകളും അവൻ തന്റെ പേരിലാക്കി. മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോയ് അവാർഡ് നേടുമ്പോൾ ട്രോഫി സ്വീകരിക്കാൻ വരാൻ കഴിയാത്തതിന്റെ കാരണം ആ പയ്യന് സ്കൂളിൽ പോകാനുള്ളത് കൊണ്ടായിരുന്നു. ആ പ്രായത്തിൽ യൂറോപ്യൻ വമ്പന്മാരായ ബാർസലോണയുടെ നെടും തൂണായി ആ കൗമാരക്കാരൻ മാറിയിരിക്കുന്നു. അയാൾ കളിക്കുന്നിടത്തെല്ലാം റെക്കോർഡുകൾ തുടരെ തേടി വന്നു. സ്പെയിനിലെയും യൂറോപ്പിലെയും പല പ്രായം കുറഞ്ഞ എന്ന് തുടങ്ങുന്ന റെക്കോർഡുകൾ ആ പയ്യൻ തന്റെ പേരിലാക്കി തുടങ്ങി. സാവിയുടെ കീഴിൽ പക്ഷെ ബാർസലോണ പച്ച പിടിച്ചില്ല. 2024 ഹാൻസി ഫ്ലിക്ക് ക്ലബിന്റെ കടിഞ്ഞാൻ ഏറ്റെടുത്തു. സാവിയുടെ കണ്ടുപിടുത്തങ്ങളായ കളിക്കാരെ അയാൾ ഉപയോഗപ്പെടുത്തി. ലാമിൻ യമാലിന്റെ പൂർണ്ണത അയാൾ കണ്ടെത്തി. ലീഗിലും ചാമ്പ്യൻസ് ലീഗിലും ഗോളുകളുടെയും അസിസ്റ്റുകളുടെയും പട്ടികയിൽ ലാമിൻ യമാൽ എന്ന പേര് തുടരെ വന്നുകൊണ്ടേയിരുന്നു. റയൽ മാഡ്രിഡിന്റെ ഹോം ഗ്രൗണ്ടായ എതിരാളികളുടെ പേടി സ്വപ്നമായ ബെർണാബുയിൽ ഒരു കൗമാരക്കാരന്റെ പകപ്പ് പോലും കാണിക്കാതെ തന്റെ കാലിൽ നിന്ന് അയാൾ ഒരു വെടിയുണ്ട ഉതിർക്കുന്നുണ്ട്. അതെ, അവന്റെ പ്രായമാണ് അത്ഭുതം. സ്പെയിൻ യൂത്ത് ടീമിൽ നിന്നും താരം വൈകാതെ സീനിയർ ടീമിലേക്ക് എത്തുന്നുണ്ട്. സ്പെയിൻ പോലൊരു ടാലന്റ് ഹബിൽ നിന്ന് ആ കൗമാരക്കാരൻ ദേശീയ ടീം ജേഴ്സി അണിയുന്നത് എത്ര തന്നെ കൗതുകമാണ്. അവിടെയും തന്റെ പ്രായക്കുറവ് കൊണ്ടും കളിമികവ് കൊണ്ടും തുടരെ റെക്കോർഡുകൾ അയാൾ തിരുത്തി. 2024 യൂറോ കപ്പ് നേടിയ സ്പെയിൻ ടീമിലെ അവിഭാജ്യ ഘടകമെന്നതിൽ ഒതുങ്ങിയില്ല അയാളുടെ പ്രകടനം. യങ് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് അവാർഡും പോക്കറ്റിലിട്ടാണ് അവൻ പിറ്റേന്ന് സ്കൂളിൽ പോയത്. തുടരെ അവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരിടംകാലൻ മജീഷ്യനാണ് ലാമിൻ യമാൽ. റൈറ്റ് വിങ്ങിൽ നിന്ന് പന്തിനെ കർവ് ചെയ്ത് ട്രിവേല പായിക്കുമ്പോൾ നാം അന്താളിച്ചു പോകും. ചിലപ്പോൾ അയാളെ മെസ്സിയെപ്പോലെ ഓർമ്മിപ്പിക്കും. മറ്റു ചിലപ്പോൾ അവന്റെ ഐഡിയോളായ നെയ്മറിന്റെ ബ്രസീലിയൻ ഫ്ലെയറോടെ അയാൾ നൃത്തം ചെയ്യും. ഒരു കൗമാരക്കാരൻ ബാർസയുടെ ആക്രമണത്തിന്റെ കുന്തമുനയാവുക, പിന്നീട് യൂറോപ്പ് മുഴുവൻ ഒരു പയ്യന്റെ പേര് പറഞ്ഞു നടക്കുക എന്നതിലെത്തിയിരിക്കുന്നു ആ അത്ഭുതം. ഇരുണ്ട കാലങ്ങളിൽ നിന്ന് ബാർസലോണ കരകയറുമ്പോൾ അതിൽ ഈ കൗമാരക്കാരന്റെ പങ്ക് വളരെ വലുതാണ്. മെസ്സിയോളം എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഈ പയ്യൻ അയാളെ പലപ്പോഴും ഒരു റെപ്ലിക്ക പോലെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ലാമിൻ യമാൽ എന്ന കൊച്ചു പയ്യനെ ലയണൽ മെസ്സി എന്ന ഇതിഹാസം പിടിച്ചു നിൽക്കുന്ന ഫോട്ടോ കണ്ടിട്ടുണ്ട്. സമയസഞ്ചാരികളെ, നിങ്ങൾക്ക് അന്നേ അറിയുമായിരുന്നു ആ പയ്യൻ അയാൾക്ക് പകരമായി കാറ്റലോണിയയിൽ അവതരിക്കും.